ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. റൂപ്ചന്ദ് ഫിഷ് കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ചെറിയ ഉള്ളി, വെളുത്തുള്ളി, സവാള ചെറുതായി അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, വേപ്പിൻ്റെ ഇല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, മല്ലിപ്പൊടി, ഉപ്പ് പാകത്തിന്, പിന്നെ കുടംപുളിയുടെ ഒരു ചെറിയ പീസ് വെള്ളത്തിൽ കുതിർത്തിയത്, ചൂടുവെള്ളത്തിൽ കുതിർത്തിയതാണ് കേട്ടോ. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കത് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നല്ല ജലദോഷം പനിയാണ്, അപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ പാത്രം ചൂടായി വരുമ്പോൾ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക, 2 ജീരകം, ചെറിയ ജീരകം ഒരിത്തിരി ഇട്ട് കൊടുക്കുക, ഒരു നുള്ള് വലിയ ജീരകം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് ചൂടാവുന്നത് വരെ നോക്കി വയ്ക്കുക. ഇതിന് ശേഷം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, ചെറുതാക്കി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് പച്ചച്ചോയ മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ശേഷം അതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതല്ല, 2 കഷ്ണാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇവിടെ ഏകദേശം ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി നന്നായി ഒന്ന് വാടിയതിൻ്റെ ശേഷം മാത്രം സവാള ഇട്ട് കൊടുക്കണം. അപ്പോൾ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചുവന്ന കളറാവണ്ട, ഏകദേശം ഒന്ന് വാടി വന്നാൽ മതി. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ സവാള ചെറുതായിട്ട് അരിയണം, വെളുത്തുള്ളി ചെറുതായിട്ട് അരിയണം, അതുപോലെ തന്നെ ചുവന്നുള്ളി 1-2 കഷ്ണാക്കിയിട്ട് അരിഞ്ഞാൽ മതി. ഇത് റെഡിയായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സവാളയും ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പച്ചമുളകും ഏകദേശം വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള, പച്ചമുളക് ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നല്ല വാടണം എന്നില്ല, ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കളറൊന്ന് മാറി വന്നാൽ മതി. ഇനി അതിലേക്ക് തീ കുറച്ചതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ കുറവുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്, ജീരകം, നല്ല ജീരകം പൊടിച്ചതാണ്, പിന്നെ കുറച്ച് ഗരം മസാല, ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം നന്നായിട്ട് വഴറ്റി കൊണ്ടുവരാം. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, പറയാൻ മറന്നതാണ്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഉപ്പ് എല്ലതും വഴറ്റിയതിൻ്റെ ശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമില്ല. നന്നായിട്ട് ഒന്ന് തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി കുതിർത്തിയതാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായി വഴറ്റി ഒന്ന് പച്ചച്ചോയൊക്കെ മുളക് പൊടിയുടെയും മസാലയുടെ ഒക്കെ പച്ചച്ചോയ മാറണം വരെ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കുടംപുളി വെള്ളത്തിൽ കുതിർത്തിയത് ഒഴിച്ചു കൊടുക്കണം. കുടംപുളി പറ്റാത്തവർക്ക് സാദാ പുളി നമ്മുടെ വാളംപുളി ഇട്ട് കൊടുക്കാം. ഞങ്ങൾ കുടംപുളിയാണ് യൂസ് ചെയ്യുക, അതുകൊണ്ടാണ് കുടംപുളി ഇടുന്നത്. പിന്നെ ഏറ്റവും നല്ലത് നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലത് കുടംപുളിയാണ്. ഇനി അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായി മസാലയൊക്കെ വെന്ത് വരണം. അപ്പം നമ്മുടെ കറി ഇവിടെ ഇങ്ങനെ റെഡിയായി, മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നുറുക്കി കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കുക. ഈ മീനിൻ്റെ പേര് റൂപ് ചന്ത് എന്നാണ്. ഇതിൻ്റെ മലയാളത്തിൽ പേര് എനിക്കറിയില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മീനാണ്. ഫ്രൈ ചെയ്താലും ഇതിൻ്റെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് വെന്തതിൻ്റെ ശേഷം മാത്രം ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. മീൻ പൊടിഞ്ഞ് പോകും പെട്ടെന്ന്. അപ്പോൾ ഇതൊന്ന് വെന്ത് നമുക്ക് സെറ്റാക്കിയിട്ട് വരാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മണം വരുന്നുണ്ട്. നല്ല എന്താ പറയുക, ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ മീൻ കിട്ടിയില്ല എന്ന് വെച്ചെങ്കിൽ കിട്ടിയ മീൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല നെയ്മീൻ അതുപോലെ ആവോലിയൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.